നമ്മൾ എടുക്കുമ്പോൾ മെയിൻ സ്ക്രീൻ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആദ്യമേ നമ്മുടെ ബുക്ക് മാസ്റ്റർ എടുക്കുക. അപ്പോൾ അതിനകത്ത് കുറേ ബുക്കുകൾ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുതിയൊരു ബുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്കിൻ്റെ പേരടിക്കുക, ടാബ് അടിക്കുക, അതിൻ്റെ കോഡ് അടിക്കുക, പിന്നെ ടാബ് അടിക്കുക. എത്ര ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുള്ളത് അടിച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ അടിച്ചിരിക്കുന്ന ബുക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. പിന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. അടുത്ത ബുക്ക് അടിക്കുക, ടാബ് അടിക്കുക, അതിൻ്റെ കോഡ് അടിക്കുക, ടാബ് അടിക്കുക, ക്വാണ്ടിറ്റി അടിക്കുക. ഏതെങ്കിലും ബുക്ക് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ആ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ബ്ലൂ കളർ വരും. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. ഏതെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഏതാണോ സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്തിട്ട് ഫോക്കസ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് നമുക്ക് ബുക്ക് ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. പുതുതായിട്ടൊരെണ്ണം ക്ലിയർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ബുക്ക് ആഡ് ചെയ്യുക, ടാബ് അടിക്കുക, കോഡ് അടിക്കുക, ടാബ് അടിക്കുക, ക്വാണ്ടിറ്റി അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ബുക്കിൻ്റെ മാസ്റ്റർ എൻട്രി നമ്മൾ ചെയ്യണം. അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഡേ ബുക്കിന് വേണ്ടി നമ്മളിതിൻ്റെ അകത്തൊരു ഡേ ബുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇവിടെ നമ്മൾ മുകളിൽ കാണുന്ന പോലെ ഹെഡ് കാറ്റഗറി നമുക്ക് ഒരുപാട് ഹെഡുകളുണ്ട്. നമുക്ക് വരവ് ചിലവിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഹെഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഹെഡ് നമ്മളിവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സെക്ഷനാണ്. നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന പോലെ ആഡ് ചെയ്യുന്നെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ആഡ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ആഡ് എന്ന് കൊടുത്താൽ ഡയറക്റ്റായിട്ട് ആഡ് ആവും. വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏതാണോ എഡിറ്റ് ചെയ്യണത് സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് മാറ്റം വരുത്തിയിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പേയ്മെൻറ്റ് മാസ്റ്ററാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഡേ ബുക്കിൻ്റെ അകത്ത് വരുന്ന പേയ്മെൻറ്റ്, ക്യാഷ്, ഗൂഗിൾ പേ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നേരത്തെ ചെയ്ത പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെയാണ് മാസ്റ്റർ ക്രിയേഷൻ ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ഒരു ബുക്ക് എങ്ങനെ റെൻറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം. നമ്മൾ ആദ്യമേ മെയിൻ സ്ക്രീൻ്റെ അകത്ത് റെൻറ്റ് ബുക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ എടുക്കുക. അവിടെ ബിൽ നമ്പർ ഉണ്ട്, കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യമേ ക്ലിയർ ചെയ്യുക. ബിൽ നമ്പർ ബൈ ഡിഫോൾട്ട് വരുന്നതാണ്, കാരണം കസ്റ്റമറിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ടാബ് അടിച്ചിട്ട് കസ്റ്റമറിൻ്റെ പേര് കൊടുക്കുക, നവീൻ എന്ന് പറഞ്ഞിരിക്കുന്ന കസ്റ്റമർ കൊടുക്കുകയാണ്. ടാബ് അടിക്കുക, അഡ്രസ്സ് കൊടുക്കുക, ടാബ് അടിക്കുക, മൊബൈൽ നമ്പർ, ടാബ് അടിക്കുക, ആധാർ കൊടുക്കുക. എന്നിട്ട് ബൈ ഡിഫോൾട്ട് നമുക്ക് നെയിം ഓഫ് ദ ബുക്ക് വെച്ച് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ കോഡ് വെച്ച് സെർച്ച് ചെയ്യാം. നെയിം ഓഫ് ദ ബുക്ക് വെച്ച് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റയായിട്ട് എൻ്റെ കോഡ് ഓട്ടോമാറ്റിക്കലി വരും. കോഡ് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെയിം വരും. എത്ര ലൈബ്രറിയിൽ എത്ര സ്റ്റോക്ക് ബാക്കിയുണ്ട്, നമുക്ക് എത്ര ബുക്ക്സ് അവിടെ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ബുക്ക് നമ്പർ 4 എന്ന് പറഞ്ഞിട്ട് 1 ആണ്, ബുക്ക് നമ്പർ 5 വന്നിട്ട് 8 ഉണ്ട്. അപ്പോൾ ബുക്ക് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കോഡ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. ബുക്ക് നമ്പർ 5 എടുത്തു. അപ്പോൾ ക്വാണ്ടിറ്റി ഇൻ സ്റ്റോക്ക് വന്നിട്ട് 8 ഉണ്ട്. ഞാൻ 2 ആണ് ഇപ്പോൾ എടുക്കുന്നത്. എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ കോഡ്, ബുക്ക്, ക്വാണ്ടിറ്റി, ഡേറ്റ് വന്നു. കസ്റ്റമർ ഡീറ്റെയിൽസൊക്കെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യൂവിൻ്റെ അകത്ത് വന്നിട്ടുമ്പോൾ അത് സേവ് ആവും. ഇനി നമ്മൾ റെൻ്റൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നവീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ കീഴിൽ നമുക്കത് റെൻറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇന്നത്തെ ഡേറ്റിൽ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ ടോട്ടൽ ബുക്ക്സ് റെൻറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് കാണാൻ പറ്റും. ഓരോ കസ്റ്റമർ വൈസായിട്ട് അത് നമുക്ക് സെർച്ച് ചെയ്യാം. കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, ആധാർ വെച്ച് സെർച്ച് ചെയ്യാം, ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ റെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അത് ഈ ക്യൂവിൽ വന്ന് കിടക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കണ്ടില്ലേ, എല്ലാം റെൻറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെൻറ്റഡ് സ്റ്റാറ്റസ് എടുക്കുന്നത്. വളരെ ലളിതമായിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അടുത്തായിട്ട് നമുക്ക് ബുക്ക് എങ്ങനെ റിട്ടേൺ ചെയ്യാൻ നോക്കാം. നമ്മൾ മെയിൻ സ്ക്രീൻ എടുത്തു, പിന്നെയും റെൻറ്റഡ് സ്റ്റാറ്റസ് എന്നുള്ളത് അത് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആളെ നമുക്ക് റിട്ടേൺ ചെയ്യാം. അപ്പോൾ മാനുവൽ വന്നിരിക്കുന്ന ആളെ റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമ്മൾ അയാളെ സെലക്ട് ചെയ്തപ്പോൾ 7/7/2024 അയാൾ തന്നിരിക്കുന്നത്. അപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ടേക്കൺ ഓൺ, റിട്ടേൺ ഓൺ. ടേക്കൺ ഓൺ എന്ന് പറഞ്ഞിരിക്കുന്ന എടുത്ത ദിവസം, റിട്ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കറണ്ട് ഡേറ്റ് 22 ദിവസമായി എടുത്തിട്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ബൈ ബീന എന്ന് പറഞ്ഞിരിക്കുന്ന ആളെ കൊടുക്കുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അയാൾ അവിടെ നിന്ന് പോയി. കണ്ടില്ലേ, അപ്പോൾ ഇതിനകത്ത് ബൈ ഡീഫോൾട്ട് എല്ലാം റെൻറ്റഡ് മാത്രമേ വരുള്ളൂ, ക്ലോസ്ഡ് ആയിട്ടുള്ളത് വരില്ല. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ സ്റ്റാറ്റസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് മാനുവൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ ഇവിടെ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ റിട്ടേൺ എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ്റെ അകത്ത് ഇവിടെ വന്നിട്ടുണ്ട് മാനുവൽ അല്ലേ. അപ്പോൾ ഓരോ ഡേറ്റിന് ആരൊക്കെയാണ് റിട്ടേൺ ചെയ്തതെന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് റെൻ്റൽ സ്റ്റാറ്റസിനായിട്ട് പോയിട്ട് ഡയറക്റ്റായിട്ട് അയാളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ബുക്ക് എപ്പോഴാണ് റിട്ടേൺ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ ആവുകയും ചെയ്യും, നമ്മുടെ മാസ്റ്ററിൻ്റെ അകത്ത് അത് കയറുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് അത് റിട്ടേൺ ചെയ്യുന്നത്. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഡേ ബുക്കാണ്. നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന വരവ് ചിലവൊക്കെ നമുക്ക് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം.
നമ്മൾ ആദ്യമേ മാസ്റ്റർ ക്രിയേഷനകത്ത് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരുപാട് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വരവ് ചെലവിൻ്റെ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ലൈബ്രറിക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആണെന്നുള്ളത് വിചാരിക്കുക. കസ്റ്റമറുടെ പേര് കൊടുക്കുക, ഡയറക്റ്റായിട്ട് നറേഷൻ കൊടുക്കുക. വരവ് ഇതിപ്പോൾ ഇൻകം നമ്മൾ വന്നിരിക്കുന്നതാണ്. അഡ്വർടൈസ്മെൻറ്റിലൂടെ നമുക്ക് എന്തെങ്കിലും ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ. എന്നിട്ട് എക്സ്പെൻസ് ഇത് ക്ലോസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക, ക്യാഷ്. അപ്പോൾ ടുഡേ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ ട്രാൻസാക്ഷൻ അവിടെ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പെൻസ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടി എക്സ്പെൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. കസ്റ്റമർ സെൽഫ് നറേഷൻ എക്സ്പെൻസ് വന്നിട്ട് 700, പേയ്മെൻറ്റ് വന്നിട്ട് ക്യാഷ്. നമ്മൾ ടുഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല ഇന്നത്തെ ചിലവിൽ നമ്മൾ വരവിൻ്റെ അകത്തുനിന്ന് ചിലവ് കഴിച്ചിട്ട് ബാക്കി ബാലൻസ് അറിയുന്നുണ്ട്. ക്യാഷ് ഗൂഗിൾ പേ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം. ഓരോ കാറ്റഗറി വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ കസ്റ്റമർ വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റും. ഓരോ ദിവസവും നമുക്ക് സ്ഥാപനത്തിൽ എത്ര രൂപ വന്നിട്ടുണ്ട്, വരുമാനം എത്രയുണ്ട്, ചിലവ് എത്രയുണ്ട് എന്നുള്ളത് ഇതിനകത്തുനിന്ന് നമുക്ക് നോക്കാൻ പറ്റും. ടുഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ട്രാൻസാക്ഷൻ മാത്രം വരും. ഷോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വരും. ഇൻകം മാത്രമായിട്ട് കാണണമെങ്കിൽ അങ്ങനെ, എക്സ്പെൻസ് മാത്രമായിട്ട് കാണണമെങ്കിൽ അങ്ങനെ. അത് നല്ലൊരു ഹാൻഡി ടൂളാണ്. അവിടെ ലൈബ്രറിക്ക് ആവശ്യമുള്ള ചിലവൊക്കെ നമുക്ക് ഇതിനകത്ത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും.